നമസ്കാരം. നമസ്തേ. ഗ്ലൈഡ് ഫയർ സൂപ്പർസോണിക് മിസൈലുമായി ഇന്ത്യ വരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പല സവിശേഷതകളും ബ്രഹ്മോസുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് അതിലുള്ളതാണ് എന്നുള്ള തരത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം ഓൾറെഡി ബ്രഹ്മോസിനെ പോലെ ഒരു മിസൈൽ ഉണ്ടാകുമ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള ഒരു ഗ്ലൈഡ് ഫയർ സൂപ്പർസോണിക് മിസൈലിൻ്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ള വലിയ ചോദ്യചിഹ്നം ബാക്കിയുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇത് വരികയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ് ഇത് ബ്രഹ്മോസിൽ നിന്നും ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് ഈ ഗൈഡ് ഫയർ സൂപ്പർസോണിക് മിസൈൽ എന്ന് പറഞ്ഞത്? ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഗ്ലൈഡ് ഫയർ എന്ന ഒരു സൂപ്പർസോണിക് മിസൈൽ ഇന്ത്യ പരീക്ഷിക്കുന്നതായിട്ട് വാർത്തയുണ്ട്. ഈ ഗ്ലൈഡ് ഫയർ മിസൈല് ബ്രഹ്മോസിന്റെ അതേ വേഗത അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു അല്പം അധികം വേഗത ടെർമിനൽ ഫേസ്, അതായത് അവസാന ഘട്ടത്തിൽ അതിന് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ ആദ്യ ഘട്ടത്തിൽ ഇത് ഏതാണ്ട് ഒരു സബ്സോണിക്കിൽ നിന്നും കുറച്ചൊരു കൂടുതൽ മാത്രം, ഏതാണ്ട് ഒരു ശബ്ദത്തിൻ്റെക്കാൾ ഒരു 1.5 മടങ്ങൊക്കെ വേഗത മാത്രമേ ഇതിനുള്ളൂ. ഈ മിസൈലിന്റെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഫവസാദ് ചോദിച്ച ചോദ്യത്തിന് ഒരു പൊതു മറുപടി നൽകിയതിനു ശേഷം ഞാൻ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. എന്തുകൊണ്ടാണ് ബ്രഹ്മോസ് പോലുള്ള ഒരു മാക്ക് 3 കൺസിസ്റ്റന്റ് ആയിട്ട്, അതായത് ഏതാണ്ട് ഒരു 3500-4000 കിലോമീറ്ററിനോട് അടുപ്പിച്ചുള്ള വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ക്രൂയിസ് മിസൈൽ ഉള്ളപ്പോൾ ഇത്തരം ഒരു മിസൈലിന്റെ പ്രസക്തി എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. ബ്രഹ്മോസിന്റെ അത്ര ദൂരപരിധി ഇതിനില്ല. ഇത് വെറും 300 കിലോമീറ്റർ തൊട്ട് 300-400 ഒക്കെ വരെയാണ് ഇതിന്റെ പരമാവധി ദൂരപരിധി എന്ന് ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത്. അപ്പൊ പിന്നെ എന്താണ് ഇതിന്റെ പ്രസക്തി? ഇതിന്റെ പ്രസക്തി, ഇത് വളരെ ചെലവ് കുറഞ്ഞ ഒരു മിസൈലാണ്. ബ്രഹ്മോസിന്റെ ഒരു 1/3 ചെലവ് മാത്രം വരുന്ന ഒരു സൂപ്പർസോണിക് വേഗത അന്തിമഘട്ടങ്ങളിൽ കൈവരുന്ന ഒരു മിസൈൽ. ആ മിസൈലിന്റെ പ്രസക്തി അതാണ്. അപ്പോ ഇന്ത്യ ഇപ്പോ ചെയ്യുന്നത്, ബ്രഹ്മോസിനെ മാത്രം ആശ്രയിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ നിലനിൽക്കുന്നില്ല. കാരണം ബ്രഹ്മോസ് ഓപ്പറേഷൻ സിന്ദൂറിലെ 19 മിസൈൽ പ്രയോഗിച്ച് 19ഉം വിജയകരമായിട്ട് ലക്ഷ്യസ്ഥാനത്തെ തകർത്ത മിസൈലാണ്. അത് കാരണം ബ്രഹ്മോസിന് ഒരു മറുമരുന്നുണ്ടാക്കാൻ ലോകരാജ്യങ്ങളെല്ലാം ശ്രമിക്കും. പാകിസ്ഥാൻ ഒരുപക്ഷെ അത് ഉണ്ടാക്കാൻ പറ്റില്ലായിരിക്കാം. പാകിസ്ഥാൻ സ്വന്തമായിട്ട് അങ്ങനെ ഇന്റർസെപ്റ്റർ മിസൈലുകളൊന്നും വികസിപ്പിക്കുന്നില്ല. പക്ഷെ ചൈന തീർച്ചയായിട്ടും ശ്രമിക്കും. അമേരിക്ക, US ശ്രമിക്കും. തീർച്ചയായിട്ടും അവർക്ക് കുറച്ച് ഒരു 2 വർഷത്തിനുള്ളിൽ അവര് വലിയ രീതിയിൽ ചിലപ്പോൾ മുന്നേറിയെന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു പരിധിവരെ മുന്നേറിയെന്നിരിക്കാം. ആ ഒരു സാഹചര്യത്തിൽ ബ്രഹ്മോസ് എന്നത് മാത്രത്തിൽ ഒതുങ്ങി നിൽക്കാതെ ബ്രഹ്മോസിനേക്കാൾ വേഗതയുള്ള ഹൈപ്പർസോണിക് മിസൈലും ബ്രഹ്മോസിനോടൊപ്പമോ അതിനേക്കാൾ കുറഞ്ഞ വേഗതയുള്ള മറ്റു മിസൈലുകളും, ഇങ്ങനെ ഒരു മിസൈലുകളുടെ ഒരു കൂട്ടം നിർമ്മിച്ചിട്ട് ഓരോ സാഹചര്യത്തിനും അതുപോലെ ഓരോ തരം ലക്ഷ്യസ്ഥാനത്തിനും ഒക്കെ അനുസരിച്ച് ആ മിസൈലുകൾ പ്രയോഗിക്കുക. അങ്ങനെ പലപ്പോഴും റഡാറുകളെ ഒന്ന് കൺഫ്യൂഷനിലാക്കുക എന്നുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഗ്ലൈഡ് ഫയർ വികസിപ്പിക്കുന്നത്. ഈ ഇന്ത്യയുടെ പൂർണ്ണമായ ടെക്നോളജിയിലാണ് ഗ്ലൈഡ് ഫയർ വികസിപ്പിക്കുന്നത്. മാത്രമല്ല, പുറത്തു നിന്നുള്ള ഒരു കമ്പനിയുമായിട്ടും ഇവിടെ കൊലാബറേഷൻ ഇല്ല. ഇത് DRDOയും ഇന്ത്യയിലെ സ്വകാര്യ മേഖല, അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. സ്വകാര്യ കമ്പനികളും DRDOയും കൂടെ ചേർന്നിട്ട് വികസിപ്പിക്കുന്ന ഒരു മിസൈലാണ് ഈ ഗ്ലൈഡ് ഫയർ. അപ്പോ അതിന്റെ ലക്ഷ്യം എന്നത്, ഇത് എത്ര മിസൈൽ വേണമെങ്കിലും ആവശ്യാനുസരണം വേഗത്തിൽ സൃഷ്ടിച്ച് ഉണ്ടാക്കിയെടുക്കുക. അതായത് ഒരു യുദ്ധത്തിൽ മിസൈലുകളുടെ കൈവശമുള്ള സ്റ്റോക്കും വലിയ പ്രധാനമാണ്. ഇപ്പോ ഇറാനും അമേരിക്കയും അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി, അവരുടെ കൈവശമുള്ള ഇറാന്റെ കൈവശമുള്ള ഡ്രോണ്, ഇറാൻ അധികം മിസൈലുകളില്ല, ഡ്രോണുകളാണ് കൂടുതൽ. ആ ഡ്രോണുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ കൈവശമുള്ള മിസൈലുകളുടെ ഒക്കെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമേരിക്കയ്ക്ക് ഈ താഡിന്റെയും അതുപോലെ തന്നെ അവർക്ക് മറ്റ് പേട്രിയോട്ട് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ രണ്ടിലും ഉപയോഗിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകളിൽ സ്റ്റോക്ക് വളരെ കുറഞ്ഞു. ഇതിന്റെ ഫലമായിട്ട് ആണ് പലപ്പോഴും ട്രംപ് ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത്. അല്ലാതെ ട്രംപിന് പ്രത്യേകിച്ച് വേറെ നല്ല ബുദ്ധി ഉണ്ടായിട്ടല്ല. അപ്പോ ഇത് തന്നെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ നമ്മൾ ഇന്ന് തെളിഞ്ഞു കാണുന്നുണ്ട്. ഇപ്പൊ യുക്രൈനെ സംബന്ധിച്ച്, യുക്രൈന് അമേരിക്ക മിസൈൽ കൊടുക്കുന്നില്ല. ആ മിസൈൽ നിർമ്മിക്കാൻ, അതായത് പേട്രിയോട്ട് മിസൈൽ വേണമെങ്കിൽ യുക്രൈനിൽ തന്നെ നിർമ്മിക്കാമെന്നും ആ ടെക്നോളജി ഒന്ന് കൈമാറ്റം ചെയ്യാൻ പറഞ്ഞിട്ട് ട്രംപ് അതിന് തയ്യാറല്ല. കാരണം ട്രംപ് പറയുന്നത്, അങ്ങനെ ഒരു അത്യന്താധുനിക ടെക്നോളജി യുക്രൈന് കൊടുത്താൽ ഭാവിയിൽ എന്ത് സംഭവിക്കും? മാത്രമല്ല, ഇന്ന്
യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുന്ന് ആ ടെക്നോളജി ചിലപ്പോൾ ലീക്ക് ചെയ്യും. ഭാവിയിൽ അമേരിക്കയ്ക്ക് നേരെ തന്നെ പ്രയോഗിക്കുമോ എന്നൊരു ചോദ്യം പോലും ട്രംപ് ചോദിച്ചു. അപ്പോ അങ്ങനെയുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സമയത്ത് ഈ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന മിസൈലുകളുടെ പ്രസക്തി ഏറ്റവും വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോ ഇതിന്റെ പാർട്സുകളും ഏതാണ്ട് 90-95% ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതാണ്. ഒരു കാരണവശാലും ഒരു ശത്രു രാജ്യത്തിലോ, അതായത് ചൈനയിലോ ഇവൻ അമേരിക്കയിലോ നിർമ്മിക്കുന്ന ഒരു ഘടകം ഇതിലില്ല. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. എന്തുകൊണ്ടാണ് ഇന്ത്യ ഗ്ലൈഡ് ഫയറിന് വേണ്ടി ഒരു ഊന്നൽ കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അത് ചെലവ് കുറവാണ്, തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്നതാണ്, അത് നിർമ്മിക്കാനുള്ള ആവാസ വ്യവസ്ഥ, സപ്ലൈ ചെയിന്, ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് തദ്ദേശീയമാണ്. ഇന്ത്യയുടെ സ്വകാര്യ മേഖലയിലെ നിരവധി കമ്പനികൾ ഇതിൽ പങ്കാളികളാണ്. സ്വാഭാവികമായിട്ടും ഉൽപാദന കേന്ദ്രങ്ങളായിട്ട് പല ഫാക്ടറികൾ നിലവിൽ വരുന്നതോടുകൂടി അത് ആ ഒരു ഉൽപാദന ശേഷി വർദ്ധിക്കുകയും സ്വാഭാവികമായിട്ടും അതൊരു വലിയ രാജ്യത്തിന്റെ ഒരു വലിയ നേട്ടമായിട്ട് വരികയും ചെയ്യും എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇനി ഈ ഗ്ലൈഡ് ഫയർ മാത്രമല്ല, ഗ്ലൈഡ് ഫയറിനോടൊപ്പം തന്നെ ഇനി മറ്റൊരു അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ കൂടെ പറഞ്ഞിട്ട് ഞാൻ മറ്റ് അനുബന്ധ കാര്യങ്ങളിലേക്ക് കിടക്കാം. സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഇത് ടെർമിനൽ ഫേസിലാണ് മാക്ക് 3 എന്ന ബ്രഹ്മോസിനേക്കാൾ ഒരല്പം മുന്നോട്ടുള്ള. ബ്രഹ്മോസ് പലപ്പോഴും മാക്ക് 2.8 സഞ്ചരിക്കുന്നത്. ഇത് കറക്റ്റ് മാക്ക് 3 ഫൈനൽ ടെർമിനൽ ഫേസിൽ ഇത് അച്ചീവ് ചെയ്യും. ബ്രഹ്മോസിൽ ഉപയോഗിച്ചത് റാംജെറ്റ് ആണ്. ആ റാംജെറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് തുടക്കം തൊട്ട് തന്നെ അതിന് ഈ സൂപ്പർസോണിക് വേഗതയുണ്ട്. ഇതിൽ റാംജെറ്റ് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് ചെലവ് കുറയുന്നത്. റാംജെറ്റ് ഉപയോഗിക്കാതെ ആദ്യഘട്ടത്തിൽ ഇത് ടർബോജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഇന്ത്യ സ്വന്തമായിട്ടൊരു ടർബോജെറ്റ് എഞ്ചിൻ മിസൈലുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന 5 കിലോ ന്യൂട്ടൺ വരെ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിൻ ഇന്ത്യ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോ ആദ്യഘട്ടത്തിൽ ടർബോജെറ്റ് എഞ്ചിനും രണ്ടാമത്തെ ഘട്ടത്തിൽ ഒരു സോളിഡ് പ്രൊപ്പല്ലന്റ് ബൂസ്റ്റർ റോക്കറ്റ് എഞ്ചിനുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 2 എഞ്ചിനുകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് 2 സ്റ്റേജ് റോക്കറ്റ് ആണ്. ആ രണ്ടാമത്തെ ഘട്ടത്തിൽ ഇത് ഈ ബൂസ്റ്റർ ഉപയോഗിക്കുമ്പോഴേക്കും ഇതിന്റെ വേഗത വർദ്ധിക്കും. അങ്ങനെയാണ് ഇത് മാക്ക് 3 എന്ന വേഗത അച്ചീവ് ചെയ്യുന്നത്. ഇതിനൊരു 200 കിലോയോളം ഒരു 200 കിലോ 200 കിലോ കൃത്യമായിട്ട് പറഞ്ഞ 200 കിലോയോളം ഭാരമുള്ള ഒരു വാർഹെഡ് വഹിക്കാനുള്ള ശേഷിയുണ്ട്. അത് തീർച്ചയായിട്ടും നല്ല ഒരു സ്ഫോടക ശേഷി തന്നെയാണ്. ബ്രഹ്മോസിന്റെ അത്ര ഭാരമുള്ള വാർഹെഡ് അല്ലെങ്കിൽ കൂടി നല്ലൊരു സ്ഫോടക ശേഷിയുള്ള ഒരു വാർഹെഡ് ക്യാരി ചെയ്യാൻ ഇതിന് പറ്റും. ഇത് പിന്നെ വിമാനത്തിൽ നിന്നും അതുപോലെ കരയിൽ നിന്നും 2 രീതിയിലും പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു മിസൈലാണ്. അതാണ് ഇതിന്റെ ഞാൻ ഈ ഒരു പ്രാഥമികമായ ചില സ്പെസിഫിക്കേഷൻ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ഞാൻ മറ്റു ചില കാര്യങ്ങളൂടെ പറയാം. അതായത് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയുടെ മിസൈലുകളുടെ കാര്യത്തിൽ ഇന്ത്യ നടത്തുന്ന വൈവിധ്യവൽക്കരണം. ആ വൈവിധ്യവൽക്കരണം അതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ബ്രഹ്മോസ് കൂടാതെ തന്നെ ലോങ് റേഞ്ച് ആന്റിഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ നമ്മൾ പരീക്ഷിച്ചു കഴിഞ്ഞാൽ അത് 1500 കിലോമീറ്റർ ദൂരപരിധി ഉള്ളതാണ്, റേഞ്ച് ഉള്ളതാണ്. ബ്രഹ്മോസിന്റെ റേഞ്ച്, പരമാവധി റേഞ്ച് ഇപ്പോഴും 700 കിലോമീറ്റർ ആണ്. 300ന്റെ ബ്രഹ്മോസ് ഉണ്ട്, 500ന്റെ ഉണ്ട്, 700ന്റെ. അപ്പോൾ പരമാവധി 700 ആണ്. പക്ഷെ അപ്പോ ഹൈപ്പർസോണിക് ആന്റിഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ തീർച്ചയായിട്ടും അതിന്റെ ഇരട്ടിയിലധികം ദൂരം പരിധി ഉള്ളതാണ്. തീർച്ചയായിട്ടും അതൊരു വലിയ മുന്നേറ്റമാണ്. ലോകത്തിൽ മറ്റൊരു രാജ്യവും ഇതുപോലെ ഓപ്പറേഷണലൈസ് ആയിട്ടുള്ള ഒരു ഗ്ലൈഡ് വെഹിക്കിൾ ഉണ്ടാക്കിയിട്ടില്ല. ഭാഗികമായിട്ട് അത് ഓപ്പറേഷണലൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ. പിന്നെ രണ്ടാമത്തേത്, ഈ ഹെലികോപ്റ്ററുകളിൽ നിന്നൊക്കെ വിക്ഷേപിക്കുന്ന ഒരു ചെറിയ ഹ്രസ്വദൂര മിസൈൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നേവൽ ആന്റിഷിപ്പ് മിസൈൽ മീഡിയം റേഞ്ച്. അതൊരു 100 കിലോമീറ്റർ 80 തൊട്ട് 100 കിലോമീറ്റർ ദൂരപരിധി വരെ സഞ്ചരിക്കുന്ന ഒരു ക്രൂയിസ് മിസൈലാണ്. അതും തീർച്ചയായിട്ടും പിന്നെ ഒരു വൈവിധ്യമാർന്ന ഒരു ആയുധമാണ്. കാരണം ഹെലികോപ്റ്ററുകൾ വരെ ഉപയോഗിച്ച് നമുക്ക് ഭാരം വളരെ കുറഞ്ഞതാണ്. അതൊരു 80 കിലോ ഒക്കെ 100 കിലോ ഒക്കെ ഭാരം വരുന്ന ഒരു മിസൈലാണ്. തീർച്ചയായിട്ടും അത് ചില സന്ദർഭങ്ങളിൽ ചില ചെറിയ കപ്പലുകൾക്കെതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു മിസൈലാണ്. ചെലവ് വളരെ കുറഞ്ഞ ഒരു മിസൈലാണ്. പിന്നെ അതുകൂടാതെ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ ഉണ്ട്. അതിന്റെ തന്നെ നേവൽ വെർഷനും ഉണ്ട്. ഇപ്പൊ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈല് 1000 കിലോമീറ്റർ ദൂരപരിധി വരെ പോകുന്ന ഒരു ക്രൂയിസ് മിസൈൽ, 1000 തൊട്ട് 1500 കിലോമീറ്റർ വരെ. പണ്ടത്
നിർഭയ് എന്നായിരുന്നു അതിന് പേരിട്ടിരുന്നത്. ഇപ്പോ അന്ന് ഉപയോഗിച്ചിരുന്ന എഞ്ചിൻ മാറ്റിയിട്ട് NPV സാറ്റേൺ എന്ന റഷ്യൻ കമ്പനിയുടെ എഞ്ചിനായിരുന്നു ഉപയോഗിച്ചത്. അത് മാറ്റി സ്വന്തമായിട്ട് ഇന്ത്യ നിർമ്മിച്ച 3.5 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ടർബോ ഫാൻ എഞ്ചിൻ ഉപയോഗിച്ച്, മണിക് എഞ്ചിൻ എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്ന എഞ്ചിൻ, ആ എഞ്ചിൻ ഉപയോഗിക്കുന്ന ഈ LRLACM ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈല്. അപ്പോ ബ്രഹ്മോസ് വളരെ നിർണായകമായ ടാർഗറ്റുകളിലേക്ക് മാത്രമാണ് ബ്രഹ്മോസ്. അതുപോലെ തന്നെ ആയിരിക്കും വളരെ നിർണായകമായ ടാർഗറ്റിലേക്കായിരിക്കും ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈല്. പക്ഷേ എണ്ണം കൊണ്ട് ധാരാളം ധാരാളം മിസൈലുകളുടെ ഒരു പ്രളയം സൃഷ്ടിച്ച റഡാറുകൾക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈല്, അതല്ലെങ്കിൽ ഇപ്പോ നമ്മൾ ഈ പരീക്ഷിക്കുന്ന ഗ്ലൈഡ് ഫയർ, ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും ആ ഒരു ശത്രുവിന്റെ റഡാർ സംവിധാനത്തെയും ശത്രുവിന്റെ സെൻസർ സിസ്റ്റത്തെയും ആന്റി എയർക്രാഫ്റ്റ് ആന്റി മിസൈൽ സിസ്റ്റത്തിനെയും ഒക്കെ ഒരു കൺഫ്യൂഷനിലേക്ക് കൊണ്ടെത്തിക്കാനും ഇതിന്റെ എണ്ണം കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഡ്രോണുകളും ലോങ് റേഞ്ച് അറ്റാക്ക് ഡ്രോണ്, കോമ്പാറ്റ് ഈ സൂയിസൈഡ് ഡ്രോണുകളും ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു വൈവിധ്യമാർന്ന ഒരു ആയുധ ശേഖരം. അവിടെ യുദ്ധത്തിൽ ശത്രുവിനെ തീർച്ചയായിട്ടും ഒന്ന് പിടിച്ചു കെട്ടാൻ പറ്റുന്ന ആ ഒരു വൈവിധ്യമാർന്ന ആയുധ ശേഖരം, അതിന്റെ പ്രസക്തി ഇതാണ്. ഓരോന്നിനും ഒന്ന് ഏറ്റവും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾക്ക് മാത്രം, മറ്റൊന്ന് അതല്ലാത്ത ചില കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കാം, വേറെ ചിലത് ആയുധങ്ങളുടെ എണ്ണം കൊണ്ടൊരു പ്രളയം സൃഷ്ടിക്കുന്നത്. അങ്ങനെ വിവിധ തരത്തിലുള്ള ഒരു ഒരു ആക്രമണ തന്ത്രവുമായിട്ട്, വാർ ഡോക്ട്രൈനുമായിട്ട് ഇന്ത്യ മാറുകയാണ്. വരുന്ന യുദ്ധങ്ങളിൽ ബ്രഹ്മോസ് എന്ന ഒറ്റ ആയുധം ആകില്ല ഇന്ത്യയുടെ ആവനാഴിയിലുള്ളത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന ദിവസം നമുക്ക് വാർത്തകൾ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലെത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.